വാഹനങ്ങൾ പഴകുന്തോറും അതിൻ്റെ സ്വിച്ചുകൾ ഇതുപോലെ ദ്രവിച്ച് നിറം മങ്ങി ഇതുപോലെ കാണാൻ ഭംഗിയില്ലാത്ത രൂപത്തിലാവാറുണ്ട്. അതെങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ റീസ്റ്റോർ ചെയ്ത് ഇതുപോലെ പുത്തൻ പുതിയ സ്വിച്ച് പോലെ ആക്കി തീർക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് ഈ സ്വിച്ച് അഴിച്ചെടുക്കാം. നമ്മൾ ആദ്യം അഴിക്കേണ്ടത് ഈ ചുവന്ന നോബിൻ്റെ വലതുവശത്തുള്ള ഈ ചെറിയ സ്ക്രൂ ആദ്യം അഴിച്ചെടുക്കുക. ആ സ്ക്രൂ അഴിച്ചാൽ തന്നെ ഇത് വളരെ എളുപ്പത്തിൽ ഊരിപ്പോരുന്നതാണ്. ഈ സ്ക്രൂ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക, കാരണം ഇതുപോലുള്ള സ്ക്രൂ പിന്നെ കിട്ടിയെന്ന് വരില്ല. അതിനുശേഷം ഇതിനടിയിലുള്ള ഈ ചെമ്പിൻ്റെ ഈ പട്ട ഇളക്കിയെടുക്കുക. പിന്നെ ഹാൻഡിലിന് അടിയിലാണ് 2 സ്ക്രൂ വരുന്നത്. അതൊരെണ്ണം ആദ്യം ഈ സ്ക്രൂ അഴിച്ചെടുക്കാം. പിന്നെ മുന്നിൽ ഈ വലതുവശത്തായി കാണുന്ന ഈ സ്ക്രൂ കൂടെ നമുക്ക് ഊരിയെടുക്കാം. ഈ 2 സ്ക്രൂ ഊരിയെടുത്താൽ പിന്നെ മുകളിലുള്ള ഈ കേസ് വളരെ എളുപ്പം നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ കേബിൾ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കമ്പോണൻസ് നമുക്ക് ഊരിയെടുക്കാം. ഈ കാണുന്ന സ്ക്രൂ ഊരിയാൽ തന്നെ ഇതിനുള്ളിലെ മുഴുവൻ കമ്പോണൻസും നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. അത് ഊരിയെടുക്കുമ്പോൾ തന്നെ അത് ഏത് രീതിയിലാണ് ഇരുന്നത് എന്ന് ആദ്യം തന്നെ മറക്കാതെ ഓർമ്മിച്ച് വയ്ക്കുക. ഇനി നമുക്ക് ടിന്നറോ അല്ലെങ്കിൽ മണ്ണെണ്ണയോ ഉപയോഗിച്ച് ഇതിൻ്റെ ഈ കമ്പോണൻസ്, ഈ ചെമ്പിൻ്റെ പാർട്ടുകളൊന്ന് നന്നായി തുടച്ചെടുക്കാം. അപ്പോൾ തന്നെ ഇതിന് നല്ല കോണ്ടാക്റ്റ് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ മുകളിലെ കേസ് നന്നായി ഒന്ന് സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് അതിലെ പഴയ പെയിൻറ്റും അഴുക്കെല്ലാം ഇളക്കി കളയാം. ഇപ്പോൾ പെയിൻ്റെല്ലാം ഇളക്കി കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ടിന്നർ ഉപയോഗിച്ച് ഒന്ന് നന്നായി തുടച്ചെടുത്തിട്ടുണ്ട്. ഇത് ക്രോം സ്പ്രേ പെയിൻ്റാണ്. ഇതെല്ലാ ഹാർഡ്വെയർ ഷോപ്പിലും ലഭിക്കുന്നതാണ്. ഇത് ഈ ബോട്ടിൽ 245 രൂപയുടെ ബോട്ടിലാണ്. പക്ഷേ ഇതുകൊണ്ട് സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് വെറും 2-3 സ്പ്രേയിൽ ഈ സ്വിച്ച് മുഴുവൻ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ബോട്ടിൽ 1 മിനിറ്റോളം നേരം നന്നായി ഷെയ്ക്ക് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഈ കേസ് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ കേസ് പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്വിച്ചിന് നിറം കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് പെയിൻറ്റ് കഴിഞ്ഞതിനാൽ ഇപ്പോൾ കയ്യിലുള്ളത് സ്കൈ ബ്ലൂ പെയിൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം ഇതിന് ഞാൻ സ്കൈ ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റിക്കർ പ്രിൻ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്.
ഇതിപ്പോൾ ഞാൻ പേപ്പർ സ്റ്റിക്കറിൽ ലേസർ പ്രിൻ്റ് എടുത്തതാണ്. ഓൺ ഓഫ് സ്വിച്ച്. ഇതിന് വലിയ ചിലവൊന്നും വരുന്നില്ല. ഇനി നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് വളരെ ഈസിയായി നമുക്കിതിൽ ഒട്ടിച്ചെടുക്കാൻ സാധിക്കും. ഇതിപ്പോൾ പേപ്പർ സ്റ്റിക്കർ ആയതിനാൽ വെള്ളം നനഞ്ഞാൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനായി നമുക്കൊരു സെല്ലോ ടേപ്പ് ഇതിന് മുകളിലായി ഒട്ടിച്ചു കൊടുക്കാം. അതിന് പുറത്തേക്ക് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം നന്നായി ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് നന്നായി ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ ഇലക്ട്രിക് കമ്പോണൻറ്റ്സ് പഴയതുപോലെ തന്നെ ഫിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ സ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യാം. ഈ സ്വിച്ചിൻ്റെ അടിയിലെ കേസും വേണമെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ദ്രവിച്ചിരുന്ന സ്വിച്ച് ഇതുപോലെ റീസ്റ്റോർ ചെയ്തെടുത്തത് ഏകദേശം 1.5 മണിക്കൂർ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.